നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി വ്യവസ്ഥയാണ് തൈറോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി വ്യവസ്ഥ തൈറോയിഡ്. അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഗോയിറ്റർ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥിയാണ് സ്പ്ലീൻ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. മുതിർന്നവരിൽ തൈറോക്സിനിന്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന രോഗം മിക്സഡിമ. മുതിർന്നവരിൽ തൈറോക്സിനിന്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന രോഗം മിക്സഡിമ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9-11 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9-11 മില്ലിഗ്രാം 9-11 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. കണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി വ്യവസ്ഥ തൈറോയിഡ്. കണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി വ്യവസ്ഥ തൈറോയിഡ്. തൈറോക്സിനിന്റെ അമിതമായ ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിനിന്റെ അമിതമായ ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയഡിൻ. തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയഡിൻ. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ, കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാത്തോർമോൺ. പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യാൻ സഹായകമായ ഹോർമോൺ പാരാത്തോർമോൺ. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യാൻ സഹായകമായ ഹോർമോൺ പാരാത്തോർമോൺ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ. എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോൺ കോർട്ടിസോൾ.
ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. കരളിന്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷിയാണ് ഏകദേശം 1 ലിറ്റർ. കരളിന്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷിയാണ് ഏകദേശം 1 ലിറ്റർ. ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.S. സ്റ്റാർലിംഗ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.S. സ്റ്റാർലിംഗ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ പ്രൊജസ്ട്രോൺ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ. മനുഷ്യന്റെ കരളിന്റെ ശരാശരി ഭാരം 1500 ഗ്രാം. മനുഷ്യന്റെ കരളിന്റെ ശരാശരി ഭാരം 1500 ഗ്രാം. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിംഗ് ആൻഡ് ചാൾസ് ബെസ്റ്റെ. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിംഗ് ആൻഡ് ചാൾസ് ബെസ്റ്റെ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ. എൻസൈം അഥവാ രാസാഗ്നി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വിൽഹം കുഹ്നെ. എൻസൈം അഥവാ രാസാഗ്നി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വിൽഹം കുഹ്നെ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രാക്ടോസുമാക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രാക്ടോസുമാക്കി മാറ്റുന്ന എൻസൈം ഇൻവെർട്ടേസ്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിന്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിന്. ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോൺ ആണ് സെക്രീറ്റിൻ. ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോൺ സെക്രീറ്റിൻ. വർഷം 1902. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്ക. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് റെനിൻ. പുരുഷ ലൈംഗികത നിലനിർത്തുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ. പുരുഷ ലൈംഗികത നിലനിർത്തുന്ന ഹോർമോൺ ആണ് ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ. അണ്ഡാശയത്തിലെ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ റിലാക്സിൻ. അണ്ഡാശയത്തിലെ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ റിലാക്സിൻ. ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. എൻഡ്രോമെട്രിയത്തിന്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ. എൻഡ്രോമെട്രിയത്തിന്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൺ. ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് സഹായിക്കുന്നതിലൂടെ പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് സഹായിക്കുന്നതിലൂടെ പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഹങ്കർ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് ലെപ്റ്റിൻ, ഗ്രലിൻ. ഹങ്കർ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് ലെപ്റ്റിൻ, ഗ്രലിൻ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവയെ ഇല്ലാതാക്കലുമായി ബന്ധപ്പെട്ട ഹോർമോൺ ആണ് കോർട്ടിസോൾ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവയെ ഇല്ലാതാക്കലുമായി ബന്ധപ്പെട്ട ഹോർമോൺ കോർട്ടിസോൾ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി.
ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏത്? ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോണാണ് മെലാറ്റോണിൻ. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോണാണ് മെലാറ്റോണിൻ. അക്രോമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിതോൽപാദനം മൂലമാണ് ഉണ്ടാകുന്നത്? സൊമാറ്റോട്രോപിൻ. അക്രോമെഗലി എന്ന വൈകല്യം സൊമാറ്റോട്രോപിൻ എന്ന ഹോർമോണിന്റെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്നു. ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഗർഭരക്ഷാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്റ്ററോൺ. ഗർഭരക്ഷാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്റ്ററോൺ. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ജനിതക എഞ്ചിനീയറിംഗിന്റെ വിദ്യയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഇൻസുലിൻ ഹ്യൂമുലിൻ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ജനിതക എഞ്ചിനീയറിംഗ് വിദ്യയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഇൻസുലിൻ ഹ്യൂമുലിൻ. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയം. ഗർഭാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് റിലാക്സിൻ. ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്? അഡ്രീനൽ. അഡ്രീനൽ ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗൊണാഡ് ഗ്രന്ഥി. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗൊണാഡ് ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹൈപ്പോഫൈസെക്ടമി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹൈപ്പോഫൈസെക്ടമി. പുരുഷന്മാരിലെ ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിലെ ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് വൃക്കയുടെ മുകൾ ഭാഗത്ത്. അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് വൃക്കയുടെ മുകൾ ഭാഗത്ത്. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. മുലപ്പാൽ ചുരത്താൻ സഹായകമായ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്താൻ സഹായകമായ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. വളർച്ചാ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? സൊമാറ്റോട്രോപിൻ. വളർച്ചാ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആണ് സൊമാറ്റോട്രോപിൻ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് വിസർജന വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിസർജന വ്യവസ്ഥ. മനുഷ്യന്റെ മൂത്രത്തിന്റെ എത്ര ശതമാനമാണ് ജലം? 95%. മനുഷ്യന്റെ മൂത്രത്തിന്റെ 95% ജലം. മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാമാണ്? 130. മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം 130 ഗ്രാമാണ്. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ബിലിറൂബിൻ. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ബിലിറൂബിൻ. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിലാണ്. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിൽ. നെഫ്രോൺ വൃക്കയിലാണുള്ളത്. മനുഷ്യന്റെ ഉദരത്തിലുള്ള ഏത് അവയവത്തിന്റെ ഭാഗമാണ് കോർട്ടെക്സ്? വൃക്ക.
മനുഷ്യന്റെ ഉദരത്തിലുള്ള വൃക്കയുടെ ഭാഗമാണ് കോർട്ടെക്സ്. വൃക്കയിലെ കല്ലുകൾ ഷോക്ക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന സാങ്കേതിക വിദ്യയാണ് ലിത്തോട്രിപ്സി. വൃക്കയിലെ കല്ലുകൾ ഷോക്ക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന സാങ്കേതിക വിദ്യയാണ് ലിത്തോട്രിപ്സി. വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ കുറഞ്ഞത് എത്ര അളവ് വെള്ളം ഒരു ദിവസം കുടിക്കണം? 3 ലിറ്റർ. വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. വൃക്കയെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. ഏത് അവയവത്തിന്റെ പ്രവർത്തന വൈകല്യത്തിന് പരിഹാരമായിട്ടാണ് ഡയാലിസിസ് നടത്തുന്നത്? വൃക്ക. വൃക്കയുടെ പ്രവർത്തന വൈകല്യത്തിന് പരിഹാരമായിട്ടാണ് ഡയാലിസിസ് നടത്തുന്നത്. ഏത് അവയവത്തെയാണ് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? വൃക്ക. വൃക്കയെയാണ് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിന്റെ ആകൃതിയിലുള്ള അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിന്റെ ആകൃതിയിലുള്ള അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഫിൽട്ടർ എന്നറിയപ്പെടുന്നത് വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ അല്ലെങ്കിൽ ഫിൽട്ടർ എന്നറിയപ്പെടുന്നത് വൃക്ക. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമാൻ. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമാൻ. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. വൃക്കകളിലെ കല്ലിന്റെ ചലനം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കകളിലെ കല്ലിന്റെ ചലനം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. ശരീരത്തിലെ pH മൂല്യം ക്രമീകരിക്കാൻ സഹായിക്കുന്ന അവയവം വൃക്ക. ശരീരത്തിലെ pH മൂല്യം ക്രമീകരിക്കാൻ സഹായിക്കുന്ന അവയവം വൃക്ക. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര്? R.H. ലാലർ. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് R.H. ലാലർ. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവമാണ് വൃക്ക. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം വൃക്ക. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് ഡോക്ടർ വില്യം കോഫ്. കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് ഡോക്ടർ വില്യം കോഫ്. നെഫ്രക്ടമി എന്നാൽ വൃക്ക നീക്കം ചെയ്യൽ. നെഫ്രക്ടമി എന്നാൽ വൃക്കം നീക്കം ചെയ്യൽ. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഒന്നും ഇല്ല. അടുത്തത് നമുക്ക് എബോള എന്ന രോഗത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എബോള പകരാനിടയാക്കുന്ന സാഹചര്യം രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ. എബോള പകരാനിടയാക്കുന്ന സാഹചര്യം രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ. എബോള രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. എബോള രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള. സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള. ഇനി നമുക്ക് എയ്ഡ്സ് എന്ന രോഗത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം 1992. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം തമിഴ്നാട്. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞ വർഷം 1981. എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞ വർഷം 1981.
ഏത് ഡോക്ടറാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയത്? ഡോക്ടർ സുനിധി സോളമൻ. ഡോക്ടർ സുനിധി സോളമൻ എന്ന ഡോക്ടറാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയത്. ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം USA. ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് USA. HIV ശരീരത്തിൽ ഏത് കോശങ്ങളെയാണ് ബാധിക്കുന്നത്? T ലിംഫോസൈറ്റ്. HIV ശരീരത്തിൽ T ലിംഫോസൈറ്റ് എന്ന കോശങ്ങളെയാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് പരിശോധനാ രീതി ഏത്? എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റിലൂടെയാണ് എയ്ഡ്സ് പരിശോധിക്കുന്നത്. ഇനി എയ്ഡ്സ് പകരുന്ന രീതികളാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, സുരക്ഷിതമല്ലാത്ത രക്തദാനം, സുരക്ഷിതമല്ലാത്ത കുത്തിവെപ്പ്, രോഗിയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. എയ്ഡ്സ് പകരുന്ന രീതികൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, സുരക്ഷിതമല്ലാത്ത രക്തദാനം, സുരക്ഷിതമല്ലാത്ത കുത്തിവെപ്പ്, രോഗിയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ആണ് ലിംഫോസൈറ്റ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലുക് മൊഡാഗ്നിയർ, റോബർട്ട് ചാൾസ് ഗാലോ. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലുക് മൊഡാഗ്നിയർ, റോബർട്ട് ചാൾസ് ഗാലോ. എലിസ ടെസ്റ്റിന്റെ പൂർണ്ണരൂപം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. എലിസ ടെസ്റ്റിന്റെ പൂർണ്ണരൂപം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഏത് രോഗത്തിന്റെ വകഭേദമാണ് സ്ലിം ഡിസീസ്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗത്തിന്റെ വകഭേദമാണ് സ്ലിം ഡിസീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാഡീവ്യവസ്ഥയുമായിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.